MGM റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 9Dയിൽ നിന്നും ശിവകാമി. മനുസ് AI ലോകത്തെ ആദ്യത്തെ ജനറൽ AI എന്ന പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ് ചൈനയുടെ അത്യാധുനിക പ്ലാറ്റ്ഫോമായ മനുസ് AI. ചൈനീസ് സ്റ്റാർട്ടപ്പ് കമ്പനിയായ മോണിക്കയാണ് മനുസ് വികസിപ്പിച്ചെടുത്തതിന് പിന്നിൽ. കൈകൾ എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമാണ് മനുസ്. ചിന്തകളെ പ്രവർത്തികളാക്കി മാറ്റുന്ന ഏജന്റ് എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഓപ്പൺ AIയുടെ ഡീപ് റീസെർച്ച് സിസ്റ്റം ഉൾപ്പെടെയുള്ള അത്യാധുനിക മോഡലുകളെക്കാൾ മികച്ച പ്രകടനം മനുസ് കാഴ്ചവെക്കുമെന്നാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടലുകളില്ലാതെ സങ്കീർണമായ ജോലികൾ ചെയ്യാനും വിശകലനം ചെയ്യാനും ഈ AI സംവിധാനത്തിന് കഴിയുമെന്നതാണ് ഇവയുടെ പ്രധാന പ്രത്യേകത. ഫിനാൻഷ്യൽ അനലറ്റിക്സ് രംഗത്തുൾപ്പെടെ ഗണ്യമായ സംഭാവനകൾ ഇവ വാഗ്ദാനം ചെയ്യുന്നു. പ്ലാനിങ്ങിലും കാര്യങ്ങൾ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതിനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. 2025 മാർച്ച് 6 മനുസ് AI പുറത്തിറക്കുന്നത്. മറ്റുള്ള AI സംവിധാനത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം അറിവോടെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഡിജിറ്റൽ അസിസ്റ്റന്റായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലെ ആശയം. വലിയ അളവിലുള്ള ഡേറ്റ കൈകാര്യം ചെയ്യുന്നതിനും അവ താരതമ്യം ചെയ്യുന്നതിനുമെല്ലാം ഇവയ്ക്ക് കഴിയുന്നു. AI അനുഭവങ്ങൾ സ്വയം പഠിക്കുന്നതിനും അവ ഉപയോഗിച്ച് ചിന്താഗതിയിലും പ്രവർത്തനത്തിലും മാറ്റം കൊണ്ടുവരുന്നതിനുമുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഒരു വ്യക്തിയെ പോലെ സ്വയം തീരുമാനം കൈക്കൊള്ളുന്നതിനും ചിന്താശേഷി കലാപരമായും ശാസ്ത്രീയപരമായും വിപുലീകരിക്കുന്നതിനും ഇതിലൂടെ സാധിക്കുന്നു. നിരവധി AI സാങ്കേതിക വിദ്യകൾ വിപണിയിൽ ലഭ്യമാണെങ്കിലും ഇവയെല്ലാം ഡൊമെയിൻ അനുസൃതമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഇവയുടെ പ്രവർത്തനം: സ്വയംഭരണ ഏജന്റായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് മനുസ് AI. ഘടനാപരമായ വിശകലനം നടത്തുന്നതിനൊപ്പം ഡേറ്റ പ്രോസസ്സിംഗ്, ദൃശ്യവൽക്കരണം എന്നിവ നടത്തുന്നതിനും ലഭിക്കുന്ന വിവരങ്ങളുടെ വസ്തുത കണ്ടെത്തുന്നതിനും പരിശോധിക്കുന്നതിനും ഈ ഏജന്റിന് കഴിവുണ്ട്. ഫോമുകൾ പൂരിപ്പിക്കുന്നതിനും ഡേറ്റ സ്ക്രാപ്പ്, വെബ് ഓട്ടോമെഷീൻ, കോഡ് എക്സിക്യൂഷൻ ഓട്ടോമെഷീൻ എന്നീ പ്രത്യേകതകളും ഇവയ്ക്കുണ്ട്. ഒരു ഏജന്റ് ലൂപ്പിലൂടെയാണ് മനുസ് AI പ്രവർത്തിക്കുന്നത്. ഉപയോക്താക്കളുടെ ആവശ്യമനുസരിച്ച് കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ആദ്യപടി. മെഷീൻ ലേണിംഗ് ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് ആവശ്യമുള്ളവ മുൻകൂട്ടി കണക്കാക്കുന്നു. പിന്നീട് ടൂളുകൾ തിരഞ്ഞെടുക്കുന്നു. ഇത്തരത്തിൽ ഘട്ടം ഘട്ടമായി ഇവ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുകയും തുടർന്ന് ആവശ്യാനുസരണം ഇൻപുട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇവയുടെ പ്രത്യേകത: മനുസ് AI ഒരു സൂക്ഷ്മ ഭൗതിക സിസ്റ്റമാണ്. അതായത് മനുഷ്യബുദ്ധിയെ അനുകരിക്കാൻ പാകത്തിൽ നിരവധി സാങ്കേതികതകൾ ഉപയോഗിപ്പിച്ചാണ് ഇവയെ സജ്ജമാക്കിയിരിക്കുന്നതെന്ന് ചുരുക്കത്തിൽ പറയാം. സംയോജിത വെബ് ബ്രൗസർ നിയന്ത്രണം ഇവയുടെ പ്രത്യേകതകളിൽ ഒന്നാണ്. മനുസിന് വെബ്സൈറ്റുകൾ നാവിഗേറ്റ് ചെയ്യുന്നതിനും ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്നതിനും മറ്റ് വെബ് ഘടകങ്ങളുമായി സംവദിക്കുന്നതിനും ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാനും സാധിക്കും. ഇവ പ്രവർത്തിക്കുന്നത് ഒരു നിയന്ത്രിത സ്പേസിലാണ്. ഇവയ്ക്ക് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും സിസ്റ്റം ടാസ്കുകൾ എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള കഴിവുണ്ട്. മനുസിന് സേവനങ്ങൾ നൽകാനും വെബ്സൈറ്റുകൾ സജ്ജീകരിക്കാനും ഫയലുകൾ കൈകാര്യം ചെയ്യാനും സാധിക്കുന്നു. ഫയൽ സിസ്റ്റം മാനേജ്മെന്റ് ഇവയുടെ പ്രത്യേകതയാണ്. ഫയലുകൾ വായിക്കുന്നതിനൊപ്പം എഴുതാനും ക്രമീകരിക്കാനും ഇവയ്ക്ക് കഴിയും. വ്യക്തമായ അനുമതികളില്ലാതെ അക്കൗണ്ടുകൾ സൃഷ്ടിക്കാനോ സുരക്ഷാ നടപടികൾ മറികടക്കാനോ സാധിക്കില്ല എന്നത് മനുസ് സുരക്ഷയ്ക്ക് ഊന്നൽ നൽകുന്നു എന്നതിനൊരു ഉദാഹരണം കൂടിയാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, മെഷീൻ ലേണിംഗ്, കൃത്യമായ അൽഗോരിതങ്ങൾ, ഡേറ്റ അനലറ്റിക്സ്, കമ്പ്യൂട്ടർ വിഷൻ എന്നിവ ഇവയുടെ പ്രാഥമിക ഘടകങ്ങളാണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗിലൂടെ ടെക്സ്റ്റ് അനാലിസിസ് നടത്താനും ഓഡിയോ സ്പീച്ച് തിരിച്ചറിയാനും ട്രാൻസ്ലേഷൻ നടത്താനും സാധിക്കുന്നു. മെഷീൻ ലേണിംഗ് അഥവാ ഡീപ് ലേണിംഗ് ലഭിക്കുന്ന ഡേറ്റയിൽ നിന്ന് സ്വയം പഠനം നടത്തുന്നതിനും ട്യൂണിംഗ് മോഡൽ ട്രെയിനിംഗ്, പ്രൊഡക്റ്റീവ് അനലറ്റിക്സ് എന്നിവയ്ക്കും സഹായകമേകുന്നു. ഡേറ്റ അനലറ്റിക്സ് വഴി ഡേറ്റയെ വിശകലനം ചെയ്യുന്നതിനും
ഡേറ്റ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിനും ഉപകാരപ്രദമാണ്. മനുസ് AI ആക്സസ് ചെയ്യുന്നത് എങ്ങനെ? മനുസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അപ്ലൈ ഫോർ ആക്സസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വെയിറ്റിംഗ് ലിസ്റ്റിൽ ചേർന്നതിന് ശേഷം രജിസ്റ്റേർഡ് ഇമെയിൽ ഐഡിയിലേക്ക് കോഡ് വരുന്നതുവരെ കാത്തിരിക്കുക. ഇതിനായി ചിലപ്പോൾ കാലതാമസം എടുത്തേക്കാം. കോഡ് ലഭിച്ച ശേഷം ഇത് നൽകി തന്നിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ച് മനുസിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. മനുസ് AI പ്രയോജനങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്ര മേഖലയിലും ചികിത്സാ രംഗത്തും മനുസ് AIക്ക് വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന കണ്ടെത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക വിശകലനം മുതൽ ബിസിനസ് ഇന്റലിജൻസ് വരെയുള്ള വൈവിധ്യമാർന്ന ജോലികൾ കൈകാര്യം ചെയ്യാൻ ഇവയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. ഗവേഷണം നടത്താനും സ്റ്റോക്ക് മാർക്കറ്റ് വിശകലനം ചെയ്യുന്നതിനും മനുസ് സമർത്ഥമാണെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ആരോഗ്യരംഗത്ത് അതിവേഗം രോഗനിർണയം നടത്താനും അതിലൂടെ അപകടകരമായ അവസ്ഥകൾ കണ്ടെത്താനും സാധിക്കുമെന്നത് മനുഷ്യനെ സംബന്ധിച്ച് മുതൽക്കൂട്ട് തന്നെയാണ്. വ്യവസായ മേഖലയിൽ AI ഡ്രിവൺ ഓട്ടോ മെഷീൻ, വ്യവസായിക റോബോട്ടുകൾ എന്നിവ ഉപയോഗിച്ച് ഉത്പാദന വർധനവിനും ബാങ്കിംഗ് മേഖലയിൽ പണമിടപാടുകളുടെ സുരക്ഷിതത്വത്തിനും ഇവ സഹായകമേകുന്നു. ഇതുകൂടാതെ പൊതു ഉപയോക്തൃ സേവനങ്ങളായ AI അസിസ്റ്റന്റുകൾ, ചാറ്റ് ബോട്ടുകൾ, വെർച്വൽ അസിസ്റ്റുകൾ, ഡേറ്റ അനലറ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നിവയ്ക്കും ഇവ പുതിയ മാനം നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഇന്റലിജൻസ് ട്യൂട്ടർ പോലും ഉള്ള AI അധിഷ്ഠിത പാഠ്യപ്രവർത്തനങ്ങൾ പഠനം മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ്. ഇ-കൊമേഴ്സ് രംഗത്ത് ഷോപ്പിംഗിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഡേറ്റ സെക്യൂരിറ്റി, AI ഡെവലപ്മെന്റ് എന്നിവയ്ക്കും ഇവ വഴിയൊരുക്കുന്നു. പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനും നൂതന സേവന ഉൽപ്പന്നങ്ങളുടെ വികാസത്തിനും വ്യക്തിഗത സേവനങ്ങൾക്കും ഇവ ഉപയോഗപ്രദമാണ്. ഉപസംഹാരം. AI സംവിധാനം ഇന്ന് പരക്കെ സ്വീകാര്യമായിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. മനുഷ്യഭാരങ്ങൾ ലഘൂകരിക്കാൻ സാധിക്കുമെന്നത് സാങ്കേതിക വിദ്യയുടെ വിജയത്തിന്റെ അടയാളം തന്നെയാണ്. വ്യവസായ രംഗത്തും പൊതുമേഖലാ വിഷയങ്ങളിലും ആരോഗ്യരംഗത്തും ഇത്തരം മാറ്റങ്ങൾ പ്രകടവുമാണ്. വിപുലമായ ആപ്ലിക്കേഷനുകൾ ഉൾക്കൊള്ളുന്ന മനുസ് എന്ന ഈ വമ്പൻ സാങ്കേതിക വിദ്യയ്ക്ക് ആഗോള മേഖലകളിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാനും മനുഷ്യജീവിതത്തിന് കൂടുതൽ സുതാര്യതയും കാര്യക്ഷമതയും നൽകാനും കഴിയുമെന്ന വിലയിരുത്തലിലാണ് സാങ്കേതിക ലോകം. പരമ്പരാഗത AIകളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യ മാർഗനിർദ്ദേശമില്ലാതെ മനുസ് AI സ്വയംഭരണ സ്വാതന്ത്ര്യത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നു. കുറഞ്ഞ മനുഷ്യ ഇടപെടലിലൂടെ സങ്കീർണമായ ജോലികൾ ചെയ്യാനും ലളിതമായ പ്രോംപ്റ്റിൽ നിന്ന് മിനിറ്റുകൾക്കുള്ളിൽ യാഥാർത്ഥ്യമാകാനാകുന്ന ഒരു പ്രോജക്റ്റിലേക്ക് മാറാനുമുള്ള കഴിവുകളും ഒന്നിലധികം ഡൊമൈനുകളും ഇവയുടെ പ്രത്യേകതകളാണ്. വിവിധ ഉപകരണങ്ങളുടെ സംയോജനം ഇവയെ മറ്റു AI സാങ്കേതിക വിദ്യകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. യഥാർത്ഥത്തിൽ കൃത്രിമ ബുദ്ധിയുടെ സ്വയംഭരണ പ്രവർത്തനങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടത്തെ തന്നെയാണ് മനുസ് പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ ഇവയുടെ ആക്സസ് കൂടുതൽ പൊതുജനങ്ങളിലേക്ക് എത്തിയാൽ മാത്രമേ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് സാധ്യമാകുകയുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ശിവഗാമി. MGM